ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനെയാണ് കേട്ടോ. അപ്പോൾ രവീന്ദ്രനും ചന്ദ്രയും സച്ചിയും സുധിയും ശ്രുതിയും ഒക്കെ ചേർന്ന് വീട്ടിലെത്തി തിരിച്ച് ഏതായാലും നമ്മുടെ രവീന്ദ്രൻ അങ്ങോട്ട് ഒന്നും മറക്കാനായിട്ട് കഴിയുന്നില്ല. ഇങ്ങനെ തികട്ടി ഓർക്കുകയാണ് കേട്ടോ. മധുസൂദനൻ പറഞ്ഞ കാര്യങ്ങളും തൻ്റെ മക്കളെ താൻ നല്ല ചൊല്ലു കൊടുത്ത് വളർത്തിയിട്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ തികട്ടി ഓർക്കണ്ടിട്ട് മുഖത്ത് തുപ്പിയിട്ടാണല്ലോ പോയത്. മുഖത്തല്ല, ആട്ടിയിട്ട് പോയ പോലെയാണല്ലോ പോയത്. അപ്പൊ അതിങ്ങനെ ഓർത്തു നേരെ ചെന്ന് പുറകുവശത്തേക്ക് പോവാ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി എന്താ അച്ഛാ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുക. ചന്ദ്രയൊക്കെ ഓടുന്നുണ്ട് കേട്ടോ പുറകെ. നമ്മുടെ രവീന്ദ്രൻ വേറെ ഒന്നും നോക്കുന്നില്ല, നേരെ പോയി ടാപ്പ് തുറന്നിട്ട് അവിടെ നിന്ന് കുറച്ച് വെള്ളം അങ്ങോട്ട് പിടിച്ചൊരു ബക്കറ്റിൽ പിടിച്ചിട്ട് നേരെ തലവഴി അങ്ങോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. തലവഴി അങ്ങോട്ട് ഒഴിച്ചു. അപ്പോഴേക്കും ചന്ദ്രയൊക്കെ പേടിച്ചു പോയിട്ടോ. ചന്ദ്രയ്ക്കൊന്നും അറിയില്ലല്ലോ ഇനിയിപ്പോൾ സമനില വല്ലതും തെറ്റി നിൽക്കുകയാണോ എന്നൊന്നും അറിയില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിലായിരുന്നല്ലോ. അപ്പൊ ചന്ദ്രയാണെ ഭയങ്കര കരച്ചില്. എടാ സച്ചി, എന്താടാ നിന്റെ അച്ഛൻ കാണിക്കുന്നത്? എടാ അച്ഛനെ പോയി പിടിക്കടാന്ന് പറഞ്ഞു. ഓടി നമ്മുടെ സച്ചി ചെന്നിട്ട് അച്ഛൻ എന്താ അച്ഛൻ ഈ കാണിച്ചതെന്ന് ചോദിച്ചപ്പം അതെ, ശുദ്ധി വരുത്തിയതാ ഞാൻ, ശുദ്ധി. ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നിട്ടില്ല. അതുമല്ല, എൻ്റെ മനസ്സങ്ങ് വല്ലാണ്ട് വേദനിക്കുക മോനെ. ഒരിക്കലും ഞാൻ മനസ്സുകൊണ്ട് പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയല്ലേ നടന്നത്. ഞാൻ വിശ്വസിക്കുന്നവരൊക്കെ എന്നെ ചതിക്കുന്ന പോലെ എനിക്ക് തോന്നുക. അതുമല്ല, എല്ലാം ഒരു സ്വപ്നം പോലെ ആകണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ഇത് യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ശുദ്ധി വരുത്തിയിട്ടെ ഞാൻ ഈ വീടിനകത്തേക്ക് കയറത്തുള്ളൂ. പുതിയൊരു രവീന്ദ്രനാകാൻ എനിക്ക് പറ്റില്ല. ആ പഴയ രവീന്ദ്രനായിട്ട് തന്നെ എനിക്ക് ഈ വീടിനകത്തേക്ക് കയറണം. അതുകൊണ്ട് ഈ ജലം കൊണ്ട് എന്നെ ശുദ്ധി വരുത്തിയിട്ടേ ഞാൻ കയറുന്നുള്ളെന്ന് പറഞ്ഞു പൊട്ടിക്കരയാണ് കേട്ടോ. രവീന്ദ്രൻ കരയുന്നത് കണ്ടിട്ട് നമ്മുടെ സച്ചിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. സച്ചി ആണെങ്കിൽ അച്ഛ കരയല്ലേ അച്ഛ എന്താ അച്ഛ ഒന്നും സംഭവിച്ചിട്ടില്ല അച്ഛ. പിന്നെ നമ്മളോട് ചെയ്തതിനൊക്കെ അവൻ അനുഭവിക്കും, നോക്കിക്കോ. അവൻ എൻ്റെ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ അനുഭവിച്ചിരിക്കും. അത് ഞാനാ പറയുന്നത്. ഇനി അച്ഛൻ അങ്ങനെ ഒരു മകനില്ല. അച്ഛൻ അങ്ങനെ ഒരു മകനുണ്ടെന്നോർത്ത് അവനെ കണ്ടാല് ഇനി മിണ്ടുകയൊന്നും ചെയ്തേക്കരുത്. അവൻ ഈ വീട്ടിൽ കടന്നു വന്നാല് നമ്മൾ അവനെ ആട്ടി ഇറക്കി വിടുക ചെയ്യണത്. എൻ്റെ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി കണ്ണീര് കുടിപ്പിച്ചവൻ എന്ന് പറയുന്ന ഒരുത്തനെ ഇനി നമുക്ക് വേണ്ട അച്ഛ എന്നിങ്ങനെ പറയുന്നു. അങ്ങനെ നമ്മുടെ രവീന്ദ്രനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ രവീന്ദ്രൻ അകത്തേക്ക് കയറിയതും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അല്ല രവിയേട്ടാ, ഞാൻ ഒരു ഗ്ലാസ് കാപ്പി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സുധി പറഞ്ഞു, ആ കാപ്പി വേണം. ഹോ, വല്ലാത്ത ക്ഷീണം, ഉറക്കം വന്ന് കണ്ണി പിടിച്ചിരിക്കുക. എങ്കിലും ഒരു കാപ്പി കുടിച്ചിട്ട് കിടക്കാന്ന് പറഞ്ഞപ്പം നമ്മുടെ ചന്ദ്ര പറഞ്ഞു, എടാ നിനക്കല്ലടാ കാപ്പിയുടെ കാര്യം ഞാൻ പറഞ്ഞതോ, നീ വേണമെങ്കിലേ പോയി കിടക്കാൻ നോക്ക്. ഇവിടെ മനുഷ്യരാകെ തകർന്ന് നിൽക്കുമ്പോഴാ അവൻ്റെ ഒരു കാപ്പി. ഇദ്ദേഹത്തിന് വല്ലതും ഞാൻ ഇട്ട് കൊടുക്കട്ടെ. രാവിലെ മുതൽ ഒരു ഭക്ഷണവും പോലും കഴിക്കാതെ ഇരിക്കുക. ഒരു തുള്ളി വെള്ളം മാത്രം അങ്ങേര് കുടിച്ചത്. അങ്ങേർക്ക് ഇച്ചിരി കാപ്പി ഇട്ടോണ്ട് കൊടുക്കാതെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ ശ്രുതിയാണെങ്കിൽ സുധീനെ കണ്ണൂരിട്ട് പേടിപ്പിക്കുന്നുണ്ട്. കാരണം ആവശ്യമില്ലാത്ത സ്ഥലത്ത് കയറി ഇങ്ങനെ ഓരോന്ന് പറയുക എന്നുള്ളത് നമ്മുടെ ശ്രുതിക്കുള്ളതാണല്ലോ. ഏതായാലും ശ്രുതി ഒന്ന് ചമ്മി നാറ് കേട്ടോ ശ്രുതിയുടെ മുമ്പിൽ. അപ്പം ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് ഇത്, എന്താ അച്ഛൻ വയ്യാണ്ടിരിക്കുന്ന കണ്ടില്ല എന്നൊക്കെ പറയണം. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വീണ്ടും അച്ഛനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. രവീന്ദ്രനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. പോട്ടെ അച്ഛാ, സാരമില്ല അച്ഛാ, ഇനി അച്ഛനെല്ലാം അങ്ങ് മറന്നേരെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, ഞാനേ ഒറ്റയ്ക്ക് പോയി എനിക്ക് കുറച്ച് നേരം ഇരിക്കണം. എനിക്ക് മനസ്സിന് വല്ലാത്ത വേദനയാണ്. ഏതായാലും ഞാൻ പോവാന്നും പറഞ്ഞ് അങ്ങ് പോകുന്നു. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് അന്ന് മുഴുവൻ അവിടെ കഴിഞ്ഞു കൂടുന്നത്. കാരണം രവീന്ദ്രന് ആ ഒരു എന്താ പറയുക, പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് വന്നെങ്കിലും മനസ്സിനെ ഒരിക്കലും പിടിച്ചു നിർത്താൻ പറ്റത്തില്ലാത്ത ഒരവസ്ഥ. അപ്പൊ സച്ചിക്ക് പേടിയുണ്ട് കേട്ടോ. ഇനിയിപ്പോ എന്തെങ്കിലും കടുങ്കൈ വല്ലതും ചെയ്യുവോ എന്നൊക്കെ പേടിയാണ്. അപ്പൊ നമ്മുടെ സച്ചി ചന്ദ്രയോട് പറയുന്നുണ്ട്, അമ്മയെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം, അച്ഛനെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മുടെ സച്ചി നേരെ പോകുന്നത്. അപ്പൊ സച്ചിയുടെ മനസ്സിൽ തികട്ടി വരുന്നത് എന്താ? സച്ചിയുടെ മനസ്സിൽ അപ്പോഴും രേവതിയുടെ കാര്യമാണ്. ആ പോലീസുകാരൻ അമ്പലത്തിൽ നിന്നും രജിസ്റ്റർ എടുത്തോണ്ട് വന്നതും അതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നത് രേവതിയാണെന്ന് പറഞ്ഞതും ഒക്കെ ഇങ്ങനെ ഓർത്തോർത്ത് കലി ഇങ്ങനെ കയറ്റുകയാണ് കേട്ടോ. ഇതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കലി ഇങ്ങനെ കയറി വരില്ല, അങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് നിൽക്കുക. അങ്ങനെ രേവതി പറഞ്ഞു, ഞാനല്ല പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞല്ലോ നമ്മുടെ രേവതി. ഞാനല്ല പറഞ്ഞതെന്നല്ല, സോറി, ഞാനല്ല ചെയ്തത്, ഞാൻ ഒപ്പിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, ഞാൻ നിരപരാധിയാണെന്നൊക്കെ പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർക്കണമുണ്ടെങ്കിലും രേവതിയോട് ദേഷ്യം മാത്രമേ ഉള്ളൂ. ഇതേ സമയമായിക്കോട്ടെ നമ്മുടെ ശ്രീകാന്തിന്റെ സമനില ഒരു സ്ഥലത്ത് തെറ്റിക്കിടക്കാണ്. ശ്രീകാന്തിനാണെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നില്ല. ശ്രീകാന്ത് ഇങ്ങനെ കരയാണ് കേട്ടോ.
അപ്പം വർഷ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുക, സാരയില്ല പോട്ടെ, അവർക്കെല്ലാം മനസ്സിലാകുന്ന ഒരു ദിവസം വരും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല വർഷേ, ഞാൻ കാരണം ഏട്ടത്തി ഇപ്പം തെരുവിലിറങ്ങേണ്ട അവസ്ഥയല്ലേ, എനിക്കതൊന്നും ഓർത്തിട്ട് സമാധാനം ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ സീനുകളും കുറച്ചങ്ങ് കാണിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നേരം പരപരാ വെളുക്കുന്നു. നേരം പരപരാ വെളുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രേവതി വീട്ടിൽ തിരിച്ചെത്തുകയാണ് കേട്ടോ. അപ്പം ഏകദേശം വെളുപ്പാങ്കാലത്ത് തന്നെയാണ് ഇവർ വന്നത്. അപ്പം രേവതി എവിടെ നിന്നൊക്കെയോ ഓട്ടയൊക്കെ പിടിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചു ഓട്ടത്തിനങ്ങാണ്ട് പോയി, ഓട്ടം കിട്ടി അങ്ങോട്ടങ്ങാണ്ട് പോയി. അപ്പം അവിടെ ചന്ദ്രയും സുധിയും ശ്രുതിയുമാണ് ഉള്ളത്. അങ്ങനെ നമ്മുടെ രേവതി വന്ന് കയറി ഉടനെ പറഞ്ഞു, ചന്ദ്ര പറഞ്ഞു, നിന്നോട് ആരടി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? നിന്നോട് പറഞ്ഞതല്ലേ ഇങ്ങോട്ടേക്ക് വരരുതെന്ന്, നീ എന്ത് ധൈര്യത്തിലടി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ രേവതി പറയുക, ഇത് എൻ്റെ ഭർത്താവിൻ്റെ വീടാണ്, ഇതെൻ്റെ ഭർത്താവിൻ്റെയും കൂടെ വീടാകുമ്പോൾ ഈ വീട്ടിലല്ലാതെ പിന്നെ ഞാൻ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, നിന്റെ ഭർത്താവ്? ഏത് ഭർത്താവ്? അല്ല, നിനക്ക് അങ്ങനെ ഒരു ഭർത്താവ് ഇല്ലെന്നല്ലേ സച്ചി പറഞ്ഞത്? പിന്നെ ഏത് ഭർത്താവാടി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, നിങ്ങൾ ആരും പറഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോവില്ല, പറയേണ്ടവർ പറഞ്ഞാലേ ഞാൻ ഇറങ്ങിപ്പോകത്തുള്ളൂ. സച്ചേട്ടൻ എന്നോട് അപ്പോഴത്തെ ദേഷ്യത്തിലൊക്കെ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറയുക, ആര് പറഞ്ഞു സച്ചി അപ്പോഴത്തെ ദേഷ്യത്തിലാ പറഞ്ഞെന്ന്? എടി, എനിക്കൊരു അവസരം കിട്ടാൻ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു നിന്നെ ഈ വീടിന് വെളിയിലിറക്കാൻ. അതുകൊണ്ട് തന്നെ ഈ അവസരം ഞാൻ വിനിയോഗിച്ചില്ലെങ്കിൽ വെറും മണ്ടിയായി പോകൂടി ഞാൻ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സുധിയും പറഞ്ഞു, അല്ല നീ എന്തിനാ രേവതി ഇങ്ങോട്ടേക്ക് കയറി വന്നത്? അല്ലമ്മ, ഇവളെ ആരാ അകത്തേക്ക് കയറ്റിയത്? സച്ചി ഇവളെ വെളിയിൽ കളഞ്ഞതല്ലേ, ഇങ്ങനെ ഒരു ഭാര്യനെ വേണ്ടെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സുധി പറയുന്നത് കേട്ടപ്പോൾ നമ്മുടെ രേവതിക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടണ്ട, അങ്ങനെയാണെങ്കിൽ സച്ചിയേട്ടൻ പറയട്ടെ ഞാൻ ഇവിടുന്ന് പോകാൻ, എങ്കിലേ ഞാൻ പോകത്തുള്ളൂ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞതല്ലേ ശ്രീകാന്ത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, പിന്നെ നീ ശ്രീകാന്തിനെ കൊണ്ട് പറയിപ്പിച്ചതാന്ന് എനിക്കറിയാലോ. എടി പെരും കള്ളി, നീ കാരണമടി എൻ്റെ ഭർത്താവിന് ഇപ്പം ഈ ഗതി വന്നത്. അറിയാലോ അദ്ദേഹം എത്ര നന്നായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യനാണെന്ന്, ആരുടെയും മുമ്പിൽ ഇതുവരെ തല കുനിക്കേണ്ടി വന്നിട്ടില്ല അദ്ദേഹത്തിന്. പക്ഷെ നീ കാരണം പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസുകാരുടെ വായിൽ നിന്ന് കേട്ടു, അതുപോലെ ആ മധുസൂദനന്റെ ഭാര്യയുടെ വായിൽ നിന്ന് കേട്ടു. എന്തൊക്കെയാടി നീ കാരണം ഈ കുടുംബത്തിൽ വന്നത്? നീ കാലെടുത്ത് കുത്തിയതും എൻ്റെ കുടുംബത്തിന്റെ ചാതിർത്തി തുടങ്ങിയതാ. ഇപ്പൊ നിന്റെ ഭർത്താവായിട്ട് നിന്നെ അകറ്റി നിർത്തുമ്പം, നിന്നെ പുറത്തിറക്കാൻ നോക്കുമ്പോൾ ഞാൻ നിന്നെ അകത്ത് കയറ്റണമെന്നാണോ പറയുന്നതെന്ന് ചോദിച്ചപ്പം, ദേ അമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു കാര്യം പറയാനുള്ളൂ, എൻ്റെ ഭർത്താവ് പറയാതെ ഞാൻ ഇവിടെ ഇറങ്ങില്ലെന്ന്. അങ്ങനെ നമ്മുടെ ചന്ദ്ര എന്താ ചെയ്യുന്നത്, നേരെ സച്ചിനെ വിളിച്ചു പറയാ, ദേ ഒരുത്തി ഇവിടെ വന്നിട്ടുണ്ട്, നിന്നെ കാത്തു നിൽക്കുക ഇവിടെ, നീ ഒന്നും പറയാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവില്ല, അവൾക്ക് ഈ വീട്ടിലൊരു സ്ഥാനം വേണം, അത് സച്ചിയുടെ ഭാര്യയുടെ സ്ഥാനം തന്നെ വേണമെന്ന് പറഞ്ഞാൽ വന്നേക്കുന്നതെന്ന് പറഞ്ഞു. ദേഷ്യം വന്നു കേട്ടോ സച്ചിക്ക്. സച്ചി പറഞ്ഞു, അവളെന്തി അവളുടെ കൈ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ സ്പീക്കർ ഇട്ടപ്പോൾ നമ്മുടെ സച്ചി എന്താ പറഞ്ഞത്, നമ്മുടെ സച്ചി പറഞ്ഞു, ദേ രേവതി, മര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം, ഇങ്ങനെ ഒരു ഭാര്യ എനിക്കില്ല, ഇനി നിയമത്തിന്റെ വഴി പോയി നിന്നെ ഡിവോഴ്സ് ചെയ്യാനാണെങ്കിലും ഞാൻ തയ്യാറാ, എനിക്കിങ്ങനെ ഒരു ഭാര്യനെ വേണ്ട, എൻ്റെ കുടുംബത്തിനെ, എൻ്റെ അച്ഛനെ ചതിച്ച നിന്നെ എൻ്റെ ഭാര്യയാക്കി തുടരാനേ എനിക്ക് ഒട്ടും താല്പര്യമില്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ആകെ തകർന്നു പോയിട്ടോ നമ്മുടെ രേവതി ഒട്ടും പ്രതീക്ഷിച്ചില്ല, അങ്ങനെയൊന്നും പറയും നമ്മുടെ രേവതി പ്രതീക്ഷിച്ചില്ല. ഏതായാലും സച്ചി പറഞ്ഞതും പിന്നെ രേവതിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല കേട്ടോ, രേവതിക്ക് നിൽക്കാൻ പറ്റില്ല. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇറങ്ങി പോവുക. ചന്ദ്രയാണെങ്കിലും അവളെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ഞാൻ ഓർത്തതാ, അവളിനി ഈ വീട്ടിലേക്ക് കയറി വരില്ലല്ലോ, അവളായിരുന്നു എൻ്റെ പ്രധാന ശത്രു, അവളെ ഈ വീട്ടിൽ നിന്ന് വെളിയിലാക്കാനാണ് ഞാൻ ഇത്രയും നാൾ ആഗ്രഹിച്ചത്. അവൾ ഈ വീടിന്റെ പ്രമാണം വരെ കയ്യിലാക്കി വെച്ചേക്കല്ലായിരുന്നോ, ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷം നമ്മുടെ ചന്ദ്രയ്ക്ക്. അങ്ങനെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചി നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. ഏത് റെസ്റ്റോറൻറ്റിലേക്ക്? നമ്മുടെ ശ്രീകാന്തിൻ്റെ. അവിടെ ചെന്നിട്ട് 2 പറയണം എന്നും പറഞ്ഞ്, 2 പറയുക മാത്രമല്ല 2 കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു തരിപ്പ് തീർന്നില്ലല്ലോ, ദേഷ്യം തീർന്നില്ലല്ലോ, പോലീസിന്റെ മുമ്പിൽ വെച്ച് ഒത്തിരി തല്ലാനായിട്ട് പറ്റിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ 2 കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് അവിടെ കയറി കിടന്ന് അവനെ കാണണമെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഇങ്ങനെ വെപ്രാളപ്പെടുകയാണ് കേട്ടോ. അപ്പൊ അവിടെ ഒരു സ്റ്റാഫ് വന്നിട്ട്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? അല്ല ശ്രീകാന്തിന്റെ ചേട്ടനല്ലേ നിങ്ങൾ? ആ അതെ, ഞാൻ ശ്രീകാന്തിന്റെ ചേട്ടനാ. അവൻ എന്തിയെ? അവനെ എനിക്ക് ഇപ്പൊ കാണണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെപ്രാളപ്പെടുകയാണ്. അപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു, അതെ, നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക, ശ്രീകാന്തിന്റെ വിവാഹം കഴിഞ്ഞ് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, അതുകൊണ്ട് തന്നെ 10 ദിവസം ലീവ് വേണമെന്ന് പറഞ്ഞു അവന്, അതുകൊണ്ട് അവൻ ഇവിടെ ഇല്ല. അവനപ്പം 10 ദിവസം കഴിഞ്ഞ് ഇനി ഇങ്ങോട്ട് വരത്തുള്ളതാണോ നിങ്ങൾ പറയുന്നത്? അതെ, 10 ദിവസമാണ് ലീവ് ചോദിച്ചിരിക്കുന്നത്, കല്യാണമൊക്കെ കഴിഞ്ഞാലേ, അവന്റെ കല്യാണം ഞാൻ ഉണ്ടാക്കി കൊടുക്കണുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കല്ല് പിടിച്ച് നമ്മുടെ സച്ചി പോവുകയാണ് കേട്ടോ.
പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ പുറത്ത് ഒരാൾ ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു കേട്ടോ, എന്താ പറയുക, സെക്യൂരിറ്റി നിപ്പുണ്ടായിരുന്നു. അപ്പൊ ആ സെക്യൂരിറ്റിയോട് പറയാ, അതെ ഈ പൈസ നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ, ആ പയ്യൻ എപ്പോൾ വരുന്നോ, അവൻ എപ്പോൾ വരുന്നോ, ശ്രീകാന്ത് എപ്പോൾ വരുന്നോ അപ്പോൾ എന്നെ ഫോൺ വിളിച്ച് പറയണമെന്ന് പറയാം. അപ്പോൾ ആ സെക്യൂരിറ്റി പൈസ മേടിച്ചിട്ടാ, ആ ശരി ശരി സാറേ ഞാൻ പറഞ്ഞേക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ സച്ചി അവിടെ നിന്ന് ദേഷ്യം വന്നിട്ട് പോകുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവുവിനെയാണ് കേട്ടോ. അപ്പം ദേവു വീട്ടിലുണ്ട്, ലക്ഷ്മി വീട്ടിലെത്തി, ശരത്ത് വീട്ടിലുണ്ട്, എല്ലാ കാര്യവും ലക്ഷ്മി അറിഞ്ഞു. ഇത് ലക്ഷ്മി അറിഞ്ഞപ്പം മുതൽ നമ്മുടെ ലക്ഷ്മിക്ക് സമാധാനമില്ലല്ലോ. അങ്ങനെ ദേവ് വന്ന ഉടനെ തന്നെ, നീ എന്ത് ചതിയാടി ചെയ്തത്, നീ നിന്റെ ചേച്ചിയുടെ ജീവിതം അല്ലേടി നശിപ്പിച്ചത്, നീ എന്തിനാടി ഇങ്ങനെ ഒരു മഹാഭാവം ചെയ്യാൻ വേണ്ടി എന്നെ നീ അമ്പലത്തിലേക്ക് പറഞ്ഞു വിട്ടത്, മഹാഭാവി എന്നും പറഞ്ഞുകൊണ്ട് തലങ്ങനും വിലങ്ങനും ഒക്കെ ഇട്ട് അടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ശരത്ത് പറയും, ഇവക്കിച്ചിരി അഹങ്കാരമോ, ഇവക്കിച്ചിരി അഹങ്കാരം കൂടുതലാ എന്നൊക്കെ ശരത്തും പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ദേവ് പറയും, അമ്മേ പ്ലീസ് അമ്മ എന്നെ അടിക്കരുത് അമ്മേ, ഞാൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, എനിക്ക് ഇത്രയും പ്രശ്നമാവുമെന്ന് അറിയില്ലായിരുന്നു അമ്മയെന്ന് പറഞ്ഞപ്പോൾ, പിന്നെ നീ എന്താ ഓർത്തത്, എടി ആ മനുഷ്യനെ നമ്മളെ കാലില് തൊടേണ്ട മനുഷ്യനാ, ദൈവത്തിന്റെ സ്ഥാനത്താ, ദൈവത്തിനെ ആരും നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ ദൈവത്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. രവീന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ ദൈവം തന്നെയാ. അതുകൊണ്ട് നീ ചെയ്തത് വളരെ തെറ്റാടി, അത് നിനക്ക് ഇപ്പം മനസ്സിലാവില്ല, നിനക്ക് ഇപ്പം മനസ്സിലാക്കാത്തതിനോട് ബുദ്ധിയില്ല നിനക്ക്, നിന്റെ ചേച്ചിയുടെ ജീവിതം നീ തകർത്തല്ലോടി, എടി മഹാഭാവി നീ എവിടെയെങ്കിലും പോയി ചാവടി, എനിക്ക് നിന്നെ കാണണ്ടടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവുവിന് ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ദേവു പ്ലീസ് അമ്മ എന്നെ കുറ്റപ്പെടുത്തരുതമ്മ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയത് അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവിടെ ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോഴാട്ടോ നമ്മുടെ രേവതി വരുന്നത്. അങ്ങനെ രേവതി കരഞ്ഞോണ്ട് അമ്മാന്നും പറഞ്ഞ് കരഞ്ഞോണ്ട് വന്ന് നമ്മുടെ ലക്ഷ്മിനെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുക. അപ്പോഴത്തേക്ക് ലക്ഷ്മി ചോദിച്ചു, എന്താ മോളെ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പം, അത് പിന്നെ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടമ്മേ, ഇനി ഇങ്ങനെ ഒരു ഭാര്യ ഇല്ലെന്ന സച്ചേട്ടൻ പറഞ്ഞത്, ഇനി സച്ചേട്ടൻ്റെ ജീവിതത്തിലേക്കോ ആ വീട്ടിലേക്കോ എന്നോട് ചെല്ലണ്ടെന്ന് പറഞ്ഞു. അല്ല മോളെ എന്താ പറയുന്നത്, അങ്ങനെ ചെല്ലണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല സച്ചി നിന്നോട് പറഞ്ഞു അങ്ങനെ, എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അതും പോരാഞ്ഞിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചെന്നപ്പോൾ അവിടെ നിന്ന് അവരെന്നെ ആട്ടി ഇറക്കി, ഞാൻ സച്ചേട്ടനെ വിളിച്ചു തരാൻ പറഞ്ഞു, സച്ചേട്ടൻ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ വീട്ടിൽ എന്നെ കാല് കുത്തിയേക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്, അച്ഛനെ കാണാൻ പോലും അവർ സമ്മതിച്ചില്ലമ്മ എന്ന് പറഞ്ഞപ്പോൾ, എങ്ങനെ സമ്മതിക്കും, ഈ മഹാഭാവിയാടി നിന്റെ ജീവിതം തകർത്തത്, ഇവളെ ഒറ്റ ഒരുത്തിയാടി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മുടെ ലക്ഷ്മി ദേവുവിനെ അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും രേവതി പറയാ, വേണ്ട അവളെ അടിക്കണ്ടമ്മേ, അവളും അറിഞ്ഞു കാണില്ലല്ലോ, അവക്കും വലിയ ഇതില്ലായിരുന്നുവല്ലോ ഇത്രയും പ്രശ്നമാകുമെന്ന്, അവളെ അടിക്കണ്ട, ഇതൊക്കെ എൻ്റെ തലയിലെഴുത്താ, ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതാ, എൻ്റെ തലയിലെഴുത്ത് ഇങ്ങനെ ആയിപ്പോയി, ഒരു സ്ഥലത്തും എനിക്ക് സമാധാനം ഉണ്ടാവില്ല, ജനിച്ചപ്പോഴും സമാധാനം കിട്ടിയിട്ടില്ല, കളിച്ചു വളർന്നപ്പോൾ സമാധാനം കിട്ടിയിട്ടില്ല, പഠിക്കണമെന്ന് ആഗ്രഹിച്ചു അത് കിട്ടിയിട്ടില്ല, ഞാൻ ആഗ്രഹിച്ച എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ, അപ്പം പിന്നെ ഈ കുടുംബജീവിതവും എനിക്ക് ഉതകുന്നതല്ലായിരിക്കും, അതായിരിക്കും അതിവിടം വെച്ച് പകുതി മുറിഞ്ഞു പോയത് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലും പിറക്കലും ഒക്കെയാണ് കേട്ടോ നമ്മുടെ രേവതി. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് രേവതിയും ലക്ഷ്മിയും ദേവും ഒക്കെ ഉള്ളത്. ഇതിനിടയിൽ വീണ്ടും വർഷനെയും ശ്രീകാന്തിനെയും കാണിക്കുന്നുണ്ട്. നമ്മുടെ ശ്രീകാന്ത് വീണ്ടും സങ്കടപ്പെട്ട് നിൽക്കുമ്പം വർഷ ചെല്ലുകയാണ്. വർഷ ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ ശ്രീകാന്ത് ഓരോ വിഷമം പറയുമ്പോൾ നമുക്ക് ഇനി വിഷമിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല, നമ്മളിനി നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്, നമ്മൾ വേറെ ആരുടെയും ഫ്യൂച്ചറിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, ഇതൊക്കെ മറിയും ശ്രീകാന്തെ, ഇനിയിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ, ഇനിയിപ്പം നമ്മൾ നല്ല രീതിയിൽ എല്ലാവരുടെയും മുമ്പിൽ ജീവിച്ച് കാണിക്കുക ചെയ്യേണ്ടത്, പിന്നെ നമ്മുടെ നല്ല നല്ല ദിവസങ്ങളല്ലേ ഇനി വരാൻ പോകുന്നത്, അറിയാലോ നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർത്ത് വെക്കാൻ പറ്റുന്ന നല്ല നല്ല നിമിഷങ്ങൾ, അതൊക്കെ നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയേണ്ട കാര്യമുണ്ടോ, ഒരിക്കലും ഇല്ല. അതുകൊണ്ട് ശ്രീകാന്ത് ഫ്രഷ് ആയിട്ട് വന്നേ, നമുക്ക് പുറത്തു വരെ ഒന്ന് പോകാം, പുറത്തു വരെ ഒന്ന് പോയി ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം, ഓക്കെ എങ്ങനെയാ, പിന്നെ ഡബിങ്ങിന്റെ കാര്യം 2 ദിവസം കഴിഞ്ഞ് മുതൽ ഞാൻ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വർഷം അങ്ങ് പോകുമ്പോൾ വീണ്ടും ശ്രീകാന്ത് ഓരോ കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനിയിപ്പം നമ്മുടെ റോഷൻ ഉണ്ടല്ലോ, റോഷന്റെ അച്ഛനും അമ്മയും കൂടെ വരാനിരിക്കുകയാണ്. അപ്പൊ റോഷന്റെ അച്ഛനും അമ്മയും കൂടെ എങ്ങോട്ടാ വരുന്നത്, ശ്രുതിയുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്കാണ് വരുന്നത്. അങ്ങനെ വർഷയുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്കാണ് വരുന്നത്. അവിടെ വന്നു കഴിയുമ്പോൾ തന്നെ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ ഈ റോഷന്റെ അച്ഛനും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഉള്ളത്. അതിന്ന് കാണിക്കുമോന്ന് അറിയില്ല കേട്ടോ, ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ നമുക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നതിനും നമ്മുടെ വീഡിയോയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ
എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ ആദ്യം ആരെങ്കിലും ലൈക്ക് അടിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം. നമ്മൾ ഈ ലൈക്ക് അടിക്കാൻ പറയുന്നത് എന്താണെന്നറിയോ? ഇത് കൂടുതൽ പേരിൽ നിങ്ങളുടെ ലൈക്കാണ് നമ്മളെ സഹായിക്കുന്നത്, നമ്മുടെ വീഡിയോസ് കൂടുതൽ പേരിൽ എത്താനും റെക്കമെൻഡേഷൻ ലിസ്റ്റിലൊക്കെ കയറി പോകാനൊക്കെ. അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മൾ ലൈക്ക് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും ആദ്യം ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജിൻ്റെ ID ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കമൻറ്റ് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാമിൻ്റെ ID. അപ്പം നിങ്ങളൊന്ന് കയറിയിട്ട്, ഇൻസ്റ്റാഗ്രാം ഉള്ളവരൊന്ന് കയറിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഫോളോ ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തത് വരാൻ പോകുന്നത് നയനയുടെയും ആദർശിൻ്റെയും ഫുൾ വിശേഷമാണ് കേട്ടോ. അത് 7:30 ആകുമ്പോൾ കറക്റ്റ് നമ്മളിടും. അതും മറക്കാതെ കാണണേ. അപ്പം ദേ പുറകെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. ടാറ്റാ, ബൈ ബൈ.